ഭഗവന്ത് കേസരി 5 ടൈം பார்த்தேன் ഗണേഷ്. I like the film. I want him to direct అని చెప్పి పిలిచి అడిగితే ఈయన రీమేక్ నేను చెయ్యను అని చెప్పి వచ్చేసాడు. അങ്ങനെ ആ കാര്യത്തിലും ഒരു തീരുമാനമായി. തമിഴിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ താരങ്ങളിൽ ഒരാളായ വിജയ് തൻ്റെ 33 വർഷത്തെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നു. ഈ വാർത്ത അങ്ങേറെ ഫാൻസുകാരിൽ എത്രത്തോളം വിഷമമുണ്ടാക്കിയോ അതേ അളവ് തന്നെ കോളിവുഡിലെ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് എന്നിങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ടാകും. പക്ഷെ തീരുമാനം അദ്ദേഹത്തിൻ്റെയാണ്. സോ അതിൽ ആർക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. തിരുമ്പി പോற ഐഡിയാവേ ഇല്ല. എച്ച് വിനോദിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യ ചിത്രമായ ചതുരംഗവേട്ടയിലൂടെ തന്നെ കോളിവുഡിൽ വൻ തരംഗമായി മാറിയ ഡയറക്ടറാണ് അദ്ദേഹം. തീരൻ പോലെ ഒരു അടിപൊളി ക്രൈം ത്രില്ലർ സിനിമ ചെയ്ത പരിചയവും അങ്ങേർക്കുണ്ട്. എന്നിരുന്നാലും വിജയുടെ ലാസ്റ്റ് മൂവി എച്ച് വിനോദ് ഡയറക്റ്റ് ചെയ്യുന്നതിൽ പലർക്കും ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. ഒന്നാമത്തെ കാരണം അറ്റ്ലി, ലോകേഷ് എന്നിവരെ പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ മാസ് മസാല സിനിമ ചെയ്ത് പരിചയമില്ലാത്ത ഒരു ഡയറക്ടറാണ് എച്ച് വിനോദ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങേരുടെ ഫസ്റ്റ് സിനിമയായ ചതുരംഗവേട്ട ആയിക്കോട്ടെ, തീരൻ ആയിക്കോട്ടെ, കമേഴ്ഷ്യൽ ഫിലിം എന്നതിലുപരി അങ്ങേരെ ആ പടങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ഡീപ്പായി ഓരോ കാര്യങ്ങളും സ്റ്റഡി ആൻഡ് അനലൈസ് ചെയ്തിട്ടുണ്ടെന്നും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും എത്രത്തോളം ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ടെന്നും പടത്തിലെ ഒട്ടുമിക്ക സീനുകൾ കാണുമ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. கைரேகைங்கிறது வேற ஒரு மாதிரியான பாடி ஃப்ளூயிட்ல பதியறது தான் சார். கிரிமினல் எந்த பக்கம் பிடிச்சிருப்பான்னு விஷுவல் பண்ணி பார்த்துட்டு அதுக்கு ஆப்போசிட் சைடில் மினிமம் ஹேண்ட்லிங் எடுக்கணும் சார். ഗുഡ്. ഈ രണ്ട് പടങ്ങളിലും അതാത് ക്യാരക്ടേഴ്സ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുവോ അത് തന്നെയായിരുന്നു എച്ച് വിനോദ് സ്ക്രീനിലും പകർത്തിയിരുന്നത്. എന്നാൽ അജിത്ത് എന്ന 1 സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനോടൊപ്പം സിനിമ ചെയ്തപ്പോൾ എച്ച് വിനോദിന്റെ പടങ്ങൾക്ക് പല മാറ്റങ്ങളും സംഭവിച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഉദാഹരണത്തിന് പിങ്കിന്റെ റീമേക്കായ നേർക്കൊണ്ട പറവയിലെ ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അജിത്ത് ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം എഴുതി ചേർത്തതാണ്. എങ്കിലും ഇതുപോലൊരു വിഷയത്തെപ്പറ്റി അജിത്ത് എന്നൊരു സ്റ്റാറിന്റെ പടത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ വിഷയം എല്ലാവരിലേക്കും എത്തിപ്പെടും എന്നൊരു കാരണം കൊണ്ട് വേണമെങ്കിൽ കുറച്ച് കമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് വയ്ക്കാം. ഏതായാലും ഇതിന്റെ തെലുങ്ക് വെർഷന്റെ അത്ര മുതുകോമാളിത്തരമൊന്നും നേർക്കൊണ്ട പാർവയിൽ ഇല്ല എന്നത് എച്ച് വിനോദ് എന്ന ഡയറക്ടറിന്റെ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു. ഇനി വിജയ് ഫാൻസിന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അങ്ങേരുടെ പ്രീവിയസ് മൂവിയായ ഗോട്ട് ഒരു ബിലോ ആവറേജ് അനുഭവമായിരുന്നു ആരാധകർക്ക് സമ്മാനിച്ചത്. ഈ ഒരു 5-6 വർഷങ്ങൾക്കിടയിൽ വിജയ് ചൂസ് ചെയ്ത ഏറ്റവും മോശം സിനിമയായിരുന്നു ഗോട്ട്. ആരാധകർക്ക് ഒരു ഹൈ മൊമെന്റ് പോലും സമ്മാനിക്കാനാവാതെ പോയൊരു സിനിമ കൂടിയായിരുന്നു ഇത്. അതിനിടയ്ക്ക് ഈ പ്രേംജിയുടെ വക തള്ളും കൂടെ. இப்போதைக்கு நான் சொன்னேன் எங்கள் அண்ணனை இதில் மிக்சிங்கில் பார்த்து சொன்னால் எனக்கு தெரிஞ்சு ஒரு 1500 crores தாண்டிடும்னு நினைக்கிறேன் அப்படின்னு சொல்லியிருக்கேன். ഗോട്ടിനേക്കാൾ ഫാർ ബെറ്ററാണ് വാരിസും ബീസ്റ്റും ഒക്കെ. അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത പടം എച്ച് വിനോദായിട്ടാണെന്നും അതും ഒരു ബാലയ പടത്തിന്റെ റീമേക്ക് കൂടിയാണെന്ന സത്യവും പുറത്തു വരുന്നത്. ഡാക്കു മഹാരാജ ആയിരുന്നു റീമേക്ക് ചെയ്തിരുന്നതെങ്കിൽ പോലും പോട്ടെ എന്ന് വയ്ക്കാമായിരുന്നു. പക്ഷേ എന്ത് കണ്ടിട്ടാണ് ഇത് ചൂസ് ചെയ്തത് എന്നായിരുന്നു പലരുടെയും സംശയം. എച്ച് വിനോദ് അജിത്തിനൊപ്പം ചെയ്ത വലിമൈ കോളിവുഡിൽ മാത്രമല്ല അങ്ങ് വേൾഡ് വൈഡ് ട്രെൻഡായിരുന്നു. അന്ന് അതിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി അജിത്ത് ഫാൻസൊക്കെ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എക്സിക്യൂഷനിൽ വൻ പാളിച്ചാണ് കാണുവാൻ സാധിച്ചത്. ഒപ്പം പല സീനുകളും പക്ക ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്തു. അർജുൻ ട്രീറ്റ് അമ്മ സാപ്പിട്ടാറുനാളാச்சு. ഒരുവിധം എല്ലാ ഡയറക്ടർമാർക്കും വലിയ സ്റ്റാർസുമായി പടം ചെയ്യുമ്പോൾ സംഭവിക്കാറുള്ള ഒരു കാര്യം തന്നെയാണിത്. ജയ്ബീം പോലൊരു കിടിലൻ ക്ലാസ് പടം എടുത്ത ജ്ഞാനവേലിന് വേട്ടേൻ്റെ സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള കോംപ്രമൈസുകളാണ് ചെയ്യേണ്ടി വന്നതെന്ന് നമ്മളെല്ലാവരും കൺകുളിർക്കെ കണ്ടതാണ്. വളരെ ഫോഴ്സ്ഡ് ആയി തോന്നിയ ഇൻട്രോ സീൻ, നിർവികാരത തോന്നിക്കുന്ന ഫൈറ്റ്സ്, അനാവശ്യ സോങ്സ് തുടങ്ങിയ രജനി ഫാൻസിന് വേണ്ടി കുത്തിക്കയറ്റിയ പലതും വർക്കൗട്ട് ആയതുപോലുമില്ല. ഇതൊക്കെ ഏതെങ്കിലും ഒരു സാധാരണ നടൻ്റെ കിട്ടണമായിരുന്നു. കൈദിക്ക് ശേഷം മാസ്റ്റർ വന്നപ്പോഴും ഇതുപോലെ 50-50 എന്ന പരിപാടി വൻ ചർച്ചയായി മാറിയിരുന്നു. പക്ഷേ ലോക്കിക്ക് അത് അത്യാവശ്യം വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ വിജയ് ഫാൻസിൻ്റെ ഫേവറേറ്റ് ഡയറക്ടർമാരിൽ ഒരാളായി ലോക്കി മാറുകയും ചെയ്തു. പിന്നീട് വന്ന ലിയോയ്ക്ക് കിട്ടിയ വരവേൽപ്പിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. റീസെന്റ് ടൈമിൽ ഇന്ത്യയിൽ ഇറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവിയാണ് ലിയോ. വിജയ് ഫാൻസ് എല്ലാം ഒന്നടങ്കം കാത്തിരുന്ന പ്രോപ്പർ ഫെയർവെൽ മൂവി അത് ലിയോ 2 ആയിരുന്നു. ഇനി എന്തൊക്കെ പോരായ്മകളുണ്ടെന്ന് പറഞ്ഞാലും ഫാൻസിന് എൻജോയ് ചെയ്യാനുള്ളത് പണ്ണാൻ ലോക്കിക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരു ഓപ്ഷൻ അറ്റ്ലി ആയിരുന്നു. അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ വിജയ്ക്ക് വേണ്ടി അറ്റ്ലിയുടെ വക ഒരു പീക്ക് പണ്ണൽ കാണാമായിരുന്നു. പിന്നെ ഭഗവന്ത് കേസരിയുടെ കാര്യം, സ്ഥിരം കത്തിക്രിഞ്ച് ബാലയപ്പടം തന്നെ എത്തും. കുറച്ചെങ്കിലും അപ്രിസിയേഷൻ ലഭിച്ചത് ഇതിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിച്ചു എന്നതിൻ്റെ പേരിലാണ്.
എങ്കിലും വൻ ശോകം പടം. ഇതൊക്കെ വിജയ്ക്ക് എങ്ങനെ റീമേക്ക് ചെയ്യാൻ തോന്നിയോ എന്തോ. ഭഗവന്ത് കേസരി 5 ടൈം പാത്തേൻ ഗണേഷ്. ലാസ്റ്റ് പടമായതുകൊണ്ട് എന്തായാലും അങ്ങേരുടെ പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പടം തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വിജയ് കഥാപാത്രത്തിന്റെ പേരിൽ പോലും ടിവിക്ക് റെഫറൻസ് ഉണ്ടാകുമെന്ന് ഒരു കാലത്തും വിചാരിച്ചിരുന്നില്ല. നേർക്കൊണ്ട പാർവയൊക്കെ അത്യാവശ്യം ഡീസൻ്റായി റീമേക്ക് ചെയ്തതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ കേസരിയുടെ റീമേക്കിന് എച്ച് വിനോദിനെ സമീപിച്ചത്. പക്ഷെ വലിമയുടെ ഡയറക്ടറും അങ്ങേര് തന്നെയായിരുന്നു എന്ന കാര്യം കൂടി ചിന്തിക്കാമായിരുന്നു. കാരണം ഒരു മങ്കാത്തയൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ വെങ്കട് പ്രഭുവിന് ഡേറ്റ് കൊടുത്തത്. പക്ഷെ കിട്ടിയത് ഗോട്ടായി പോയി. പലരും ലിയോയുടെ കാര്യം പറയുമ്പോൾ വിജയുടെ അവസാന സിനിമ കത്തി വല്ലതും ആയിരുന്നെങ്കിൽ എന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചിരുന്നു. ഇതും അവസാനം ദാസേട്ടൻ്റെ വോയിസിലുള്ള ആ പാട്ട് കൂടിയാവുമ്പോൾ ഒരു ഫുൾ ഫീലോടെ പടം കണ്ടിറങ്ങുവാൻ സാധിക്കുമായിരുന്നേനെ. വിജയ്ക്ക് കോടിക്കണക്കിന് ആരാധകരുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത്രയും ആളുകൾക്ക് വേണ്ടി ലാസ്റ്റ് പടം ഇറക്കുമ്പോൾ അത് ബാലയുടെ ഭഗവന്ത് കേസരി ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ പലർക്കും നിരാശയുണ്ട്. വിജയ് ഇന്നോളം റീമേക്ക് ചെയ്തിട്ടുള്ള മെജോറിറ്റി സിനിമകളിലും ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ അങ്ങേരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റ് വാല്യൂവിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒറിജിനലായ ഒക്കടുവിനേക്കാളൊക്കെ ഫാർ ബെറ്ററാണ് ഗില്ലിയൊക്കെ. അതേപോലെ തന്നെ ഇതൊരു നല്ല റീമേക്ക് ആണെങ്കിൽ കൂടെ കേസരിക്ക് പകരം മറ്റേതെങ്കിലും സിനിമ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ക ഫെയർവെൽ ചിത്രമായി കണക്കാക്കാമായിരുന്നു. ഇതിപ്പോൾ ഒരു വിജയ് സിനിമ ഇറങ്ങാൻ പോകുന്നു എന്ന ഫീല് പോലും തോന്നുന്നില്ല. തീരുമാനമൊക്കെ അങ്ങേരുടെ അല്ലേ, വേറെ ആർക്കൊക്കെ എന്തൊക്കെ തോന്നിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം. ஆனா அன்னைக்கு தான் பாரியை பார்க்கறது கடைசின்னு நினைச்சு கூட பார்க்கல. ഓരോ പ്രാവശ്യവും ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് ആണ് മാറുന്നത്. வேணாமான்னு தெரியல. என்னோட கடைசி படமான